അങ്ങനെ രാവിലെ തന്നെ നമ്മൾ 6 മണിക്ക് നീച്ചെങ്കിട്ടാ പോകുന്നല്ലേ. നമ്മൾ മോക്ക് എക്സാം എഴുതാൻ പോകട്ടെ. എല്ലാവർക്കും കോഴിക്കോട് കിട്ടുമ്പോൾ നമ്മളെ ഭയം കൊണ്ട് നമുക്ക് മലപ്പുറത്താട്ട കിട്ടിയത്. പഠിച്ചത് 135 ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മൾ ബാക്കി കൊണ്ടാകെ ഒരൊറ്റ ക്വസ്റ്റിനെ വന്നുള്ളൂ കേട്ടാ. അങ്ങനെ പ്രിയദർശിനി കയറണം പറഞ്ഞിട്ടുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ കയറിയത് ഏതോ ഒരു ദർശിനിയിലാണ്. അങ്ങനെ 45 രൂപ കൊടുത്തിട്ട് കിട്ടിയ ദർശിനി കയറി പോയിട്ടാ. ഇത്ര കാലം ഞാൻ വിചാരിച്ചത് ഞാനാണ് ഏറ്റവും വലിയ ഇൻവെർട്ടർ എന്നാ. പക്ഷെ ഈ പോക്കോട് കൂടിയിട്ട് ഞാൻ അതങ്ങ് നികത്തി. എന്റെ കൂടെ വന്നത് അതിനെക്കാട്ടിലും ഇൻവെർട്ടറാന്നേ. മൂച്ചിക്കൽ ഇറങ്ങണ്ട നമ്മള് 2 കിലോമീറ്റർ അപ്പുറത്താ പോയി ഇറങ്ങിയേ. എന്താ കാര്യം? KSRTC ഡ്രൈവറിനോട് പറയാൻ മടി അതന്നെ. അങ്ങനെ എന്തായാലും നടന്നല്ലേ. മൂച്ചിക്കലിന് 2 കിലോമീറ്റർ കൂടി അങ്ങനെ നടക്കാണ്ട്. അതും കൂടി നടന്ന് ചായ കുടിച്ച് നമുക്ക് ആ ക്ഷീണം മാറ്റി. അങ്ങനെ നമ്മൾ സ്ഥലം എത്തിയിട്ടാ. എത്തിയപ്പോഴും മനസ്സിലായി ആദ്യം എത്തിയത് നമ്മളാണെന്ന്. എന്താ കാര്യം? 6 മണിക്ക് പോകുന്നതല്ലേ. പറഞ്ഞ പോലെ അറിയണ ആകെ ഒരു ക്വസ്റ്റ്യനെ വന്നുള്ളൂ ട്ടാ. എന്തൊക്കെ സംഭവിച്ചാലും ഫുഡ് നമ്മൾ ഒരു കുറവും വരുത്തിയിട്ടില്ല ട്ടാ. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലോട്ട് പോയരിച്ച്. പിന്നെ എൻ്റെ ഒറ്റയ്ക്കുള്ള ഭാഗ്യമായിരുന്നു. സോദി നേരെ യൂണിവേഴ്സിറ്റി പോയി, ഞാൻ വീട്ടിലോട്ടും പോയി. എൻ്റെ ട്രെയിന് 2:15 ഞാൻ എത്തിയത് 1:15. എൻ്റെ ട്രെയിൻ വന്നത് 3:30. അത്ര നേരം പോസ്റ്റ് അടിച്ച് ഒരേ ഇരിപ്പായിരുന്നു. 7-8 ട്രെയിൻ പോയി കണ്ട്, എന്നിട്ടും എൻ്റെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ. ബൈ.